السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. മഹാനായ ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാഹ് തങ്ങളുടെ ഹിക്മത്ത്, അടുത്തൊരു ഹിക്മത്ത്. അസ്സത്റു അലാ ഖിസ്മൈൻ, സത്റുൻ അനിൽ മാസിയ വസത്റുൻ ഫീഹ. فالعامة يطلبون من الله تعالى الستر فيها خشية سقوط مرتبتهم عند الخلق، والخاصة يطلبون الستر عنها خشية سقوطهم من نظر الملك الحق. സത്ർ രണ്ട് തരത്തിലാണ്. സത്റുൻ അനിൽ മാസിയ വസത്റുൻ ഫീഹ. സത്ർ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കൽ, നമ്മുടെ ചെയ്തികളൊക്കെ മറച്ചു വെക്കൽ, തിന്മകൾ മറച്ചു വെക്കുക. അത് രണ്ട് തരത്തിലുണ്ടാവും. സത്റുൻ അനിൽ മാസിയ വസത്റുൻ ഫീഹ. മാസിയത്തിനെ തൊട്ട് മറക്കുക, മാസിയത്തിൽ മറക്കുക എന്ന് പറഞ്ഞാൽ സത്റുൻ അനിൽ മാസിയ എന്ന് പറഞ്ഞാൽ മാസിയത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുക. സത്റുൻ ഫീഹ എന്ന് പറഞ്ഞാൽ മാസിയത്ത് ചെയ്യാം, പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുന്നതിനെ തൊട്ട് മറച്ചു വെക്കുക. ഫൽആമ്മത്ത് യത്ലുബൂന മിനല്ലാഹി തആല അസ്സത്ര ഫീഹ. അപ്പോൾ സാധാരണ ഒരു ആമുന്നാസ് ചെയ്യാറ്, പൊതുജനങ്ങളുടെ ഈമാൻ അല്ലെങ്കിൽ അവരുടെ ഭാഗം എന്ന് പറഞ്ഞാൽ അവർ അല്ലാഹു തആലയോട് സത്റിനെ തേടും. ഇത് അല്ലാഹുമ്മ ലാ തഹ്തികി സിത്റാന്ന എന്നൊക്കെ പറയും. ഈ സിത്റിനെ, ഈ മറയെ പൊളിച്ചു കളയരുത് എന്ന് പറയും. ഓലെ ലക്ഷ്യം എന്താ? ഖശിയത സുഖൂതി മർത്തബതിഹിം മിൻ ഇൻദൽ ഖൽഖ്. ഈ തിന്മ വെളിവായാൽ ഈ സൃഷ്ടികളുടെ പക്കൽ, ജനങ്ങളുടെ പക്കൽ എൻ്റെ സ്ഥാനം പൂർണ്ണമായിട്ടും ഇടിഞ്ഞു പോകില്ലേ? അപ്പോൾ ആ ഭയപ്പാടായിരിക്കും അവർക്ക്. വൽ ഖാസത്തു, പക്ഷേ ഖാസോ ഹവാസുന്നാസോ യത്ലുബൂന സത്ര അൻഹ, മാസിയത്തിനെ തൊട്ട്, കുറ്റങ്ങളെ തൊട്ട്, ദോഷങ്ങളെ തൊട്ടുള്ള മറ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശ്നം എന്താ? ഖശിയത സുഖൂതിഹിം മിൻ നളറിൽ മലിക്കിൽ ഹഖ്. അള്ളാഹുവിൻ്റെ നോട്ടത്തിൽ നിന്ന് ഇത് വീണു പോകില്ലല്ലോ അല്ലേ? ഈ തിന്മകൾ കാരണത്താൽ അള്ളാഹുവിൻ്റെ നോട്ടത്തിൽ നിന്ന് ഈ ആളുകൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് ഇവർ ഒഴിഞ്ഞു പോകുമോ, വീണു പോകുമോ എന്ന് ഭയന്നിട്ടാണ് അവർ ഇങ്ങനെ സത്റിനെ തേടുന്നത്. ഓക്കെ, അപ്പോൾ സത്റിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ഇനങ്ങളാണ്. രണ്ടും ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ അതിലുള്ള ഏറ്റവും ഉയർന്ന സ്ഥാനമേത്, താഴ്ന്ന സ്ഥാനമേത് എന്നുള്ളതാണ് പറയണത്. നമ്മൾക്കറിയാം, തെറ്റ് എന്നുള്ളത് മറച്ചു വെക്കപ്പെടേണ്ട ഒരു സാധനമാണ്. തിന്മകൾ ചെയ്യാൻ പാടില്ല. ഇനി അഥവാ ചെയ്താൽ അത് പൂർണ്ണമായിട്ടും മറച്ചു വെക്കപ്പെടണം. അവന് അള്ളാഹുമായിട്ട് തൗബ ചെയ്തത് ക്ലിയറായി ചെയ്യാണ് വേണ്ടത്. ഒരാൾ രാത്രിയുടെ യാമങ്ങളിൽ എന്തെങ്കിലും കുറ്റങ്ങളിലാക്കപ്പെട്ടു, കുറ്റങ്ങളിൽ ഏർപ്പെട്ടിട്ട് രാവിലെ വിഷമം കാരണത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താലോ അദ്ദേഹം അത് ആകെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇന്നലെ ചെയ്തോ എന്നുള്ള രൂപത്തിൽ ആകെ വിളിച്ച് പറയുകയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ തിന്മ ചെയ്താൽ തന്നെ ആ തിന്മ പരസ്യമാക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ മറ്റൊരു തിന്മയാണ്. അപ്പം പരസ്യമാക്കാൻ പാടില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, തിന്മ ചെയ്താൽ എന്താ പരിഹാരം? അല്ലാഹു തആലയുടെ പൊറുക്കലിനെ തേടുക. സൃഷ്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ സൃഷ്ടികളോട് പറഞ്ഞ് അത് പൊരുത്തപ്പെടിക്കുക. അള്ളാഹുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം അത് അങ്ങനെയും ക്ലിയർ ചെയ്യുക. അതല്ലാതെ അതിങ്ങനെ ജനങ്ങളോട് പറയുക, ബാക്കിയുള്ളവരോട് പറയുക എന്നുള്ള ഒരു ഇസ്ലാമിൻ്റെ ഒരു മഹത്തരമായ കാഴ്ചപ്പാട് കൂടിയാണത് അല്ലേ? വേറെ മതങ്ങളിലൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ കാണാം, തിന്മകൾ മറ്റൊരു മനുഷ്യനോട് പറഞ്ഞിട്ട് അത് പൊറുപ്പിക്കുന്ന ഒരു രംഗങ്ങളൊക്കെ, ഞാൻ ഇന്നാലിൻ്റെ തെറ്റ് ചെയ്തു എന്നൊക്കെ മറ്റൊരു മനുഷ്യൻ്റെ മുന്നിൽ പോയി ബോധിപ്പിക്കുക. അങ്ങനെയില്ല, ഇസ്ലാം അങ്ങനെ ഒരിക്കലും ഒരാളോട് പറയാൻ പറയണില്ല.
തെറ്റുകൾ ബോധിപ്പിക്കേണ്ടത് അള്ളാഹുവോട്, അള്ളാഹു പുറത്തു തരും. അല്ലാതെ മനുഷ്യന്മാരുടെ മുന്നിൽ പോയിട്ട് ഇത് പരസ്യമാക്കാൻ പാടില്ല. പരസ്യമാക്കുക എന്നുള്ളത് വലിയൊരു പാതകമായിട്ട് വരും. അപ്പോൾ റസൂല് പഠിപ്പിച്ച കാര്യമാണത്. സ്വന്തം തെറ്റുകൾ അതന്നെ പരസ്യമാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ തത്വം. പിന്നല്ലേ മറ്റുള്ളവരുടെ ന്യൂനതകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തിന്മകൾ ഏതായാലും പരസ്യമാക്കാൻ പാടില്ല. നമ്മൾ ചെയ്ത തെറ്റുകൾ തന്നെ മറ്റു ദുഃഖം എന്തെങ്കിലും കാരണത്താലോ അതൊന്നും പരസ്യമാക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. മഹാനായ മാഇസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ നിന്ന് ഇത് വ്യക്തമാണ്. മാഇസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കലേക്ക് ഞാൻ സിന ചെയ്ത് എന്ന് പറഞ്ഞ് കടന്നു വരുന്നുണ്ടല്ലോ. റസൂൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മായിസേ, നിങ്ങൾ അത് സിന ചെയ്തിട്ടുണ്ടാവില്ല, ചുംബിച്ചിട്ടല്ലേ ഉണ്ടാവുള്ളൂ. ലാലക്ക ഫാഹത്തഹ, അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ചോദിച്ച് ഇത് ഇങ്ങനല്ല, ഇതല്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറയലല്ല അതിൻ്റെ രീതി എന്ന് മായിസ് റളിയല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. മായിസ് റളിയല്ലാഹു എന്നാൽ ആ ദുഃഖഭാരത്താൽ ആ തൗബയിൽ അശേഷം കളങ്കം ഉണ്ടാവാതിരിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ട് മഹാനായ മായിസ് റളിയല്ലാഹു വീണ്ടും വീണ്ടും സിന തന്നെ ചെയ്തു എന്ന് പറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, തിന്മകൾ എന്ന് പറഞ്ഞാൽ സത്ർ ചെയ്യപ്പെടേണ്ടതാണ്. അത് അള്ളാഹുമായിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു അങ്ങനെ തന്നെയാണ്. അള്ളാഹു സത്താറാണ്. മൻ സത്തറ മുസ്ലിമൻ അല്ലേ, നമ്മൾ മൻ കത്തമ മുഅ്മിനൻ നമ്മൾ ഹദീസിലൊക്കെ വന്നിട്ടുണ്ടാവും. മറ്റൊരാളുടെ തിന്മകൾ മറച്ചു വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവൻ്റെ തിന്മകൾ ആഖിറത്തിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ? ആഖിറത്തിൽ നിന്ന് തിന്മകൾ മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ മൂടി വെച്ച് കണ്ട് അതിന് ശിക്ഷ കൊടുക്കും, ആൾക്കാരുടെ കയ്യിൽ പരസ്യമാക്കില്ല എന്ന് മാത്രമല്ല, അത് പുറത്തു തരും. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നോട് ഇങ്ങനെ ചോദിക്കും, അവൻ്റെ തിന്മകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇന്നാലിന്ന ദിവസം ഇന്നാലിന്ന സമയത്ത് ഇന്നാലിന്ന തെറ്റ് ചെയ്തില്ലേ, അതേ റബ്ബേ ചെയ്തു പോയി റബ്ബേ. അതാരിഫ് ദമ്പ കഥ ഫയഖൂലു നഅം ഐ റബ്ബി, ഒക്കെ അറിയാം റബ്ബേ എന്നിങ്ങനെ പറഞ്ഞാൽ അള്ളാഹു പറയും ഹത്താ ഇദാ ഖററഹു ബിദുനൂബിഹി, അവൻ്റെ തെറ്റുകൾ ഇങ്ങനെ സമ്മതിച്ചാൽ അപ്പോൾ ഇങ്ങനെ അവനിങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരിക്കും. ഇനിയിപ്പോൾ ശിക്ഷകൾ ഇങ്ങനെ ഏറ്റി വാങ്ങേണ്ടി വരും, നരകോ അങ്ങനെ നിൽക്കുമ്പോൾ അള്ളാഹു പറയും സതർതുഹാ അലൈക ഫിദ്ദുനിയ വ അന അഗ്ഫിറുഹാ ലകൽ യൗം. അല്ലേ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഫളിൻ്റെ ഒരു വലിയൊരു അവസരം. ഞാൻ ദുന്യാവിൽ ഇത് പരസ്യപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, പരസ്യപ്പെടുത്തിയിട്ടില്ല. ഞാൻ ദുന്യാവിൽ നിന്ന് നിന്നെ തൊട്ടത് മറച്ചു വെച്ചിട്ടുണ്ട്, ജനങ്ങളെ തൊട്ടത് മറച്ചു വെച്ചിട്ടുണ്ട്. ആഖിറത്തിൽ നിന്ന് ഞാനിതാ നിനക്ക് പുറത്തു തരികയും ചെയ്യുകയാണ് എന്ന് പറയും. അപ്പോൾ ഹസനാത്തിൻ്റെ ഏടിൽ അവൻ്റെ നന്മകളൊക്കെ എഴുതപ്പെടുന്ന രംഗം. അപ്പോൾ ഇതാണ് സത്റിൻ്റെ വിഷയം. പിന്നെ സത്ർ നമ്മൾ പറഞ്ഞ പോലെ സത്ർ അത്യാവശ്യമാണ്. ആ സത്റിൻ്റെ രണ്ടെണ്ണം ഉണ്ട്. ആമ്മത്തിൻ്റെ സത്ർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ തൊട്ട് തമ്പുവിനെ മറച്ചേക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അങ്ങനെയാണ്. ജനങ്ങളെ തൊട്ട് തിന്മകൾ മറച്ചു വെക്കുക. തിന്മ വന്നേക്കാം, പക്ഷെ അതിങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പാട്ടാക്കാതെ, അത്യാവശ്യമാണ്, അതും ചെയ്യേണ്ടതാണ്. പാട്ടാക്കാതെ ജനങ്ങളെ എൻ്റെ ലക്ഷ്യം ഇപ്പം എന്തായിരിക്കും? അപ്പോൾ പറഞ്ഞാൽ ജനങ്ങളുടെ അടുത്ത് ഇപ്പോൾ ആകെ വഷളാവൂലേ, എൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ പോകൂലേ എന്നുള്ള ഒരു ഇതുണ്ടാവും. അതാണ് സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവുക. എന്നാൽ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത് സത്റുൻ അനിൽ മാസിയത്താണ്. അള്ളാഹു കാണുന്നില്ലേ എന്നുള്ള ആലോചനയിൽ നിന്ന് വന്ന് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ചിന്ത. അപ്പോൾ തിന്മകളൊന്നും ചെയ്യാതിരിക്കുക. അള്ളാഹുവിനെ തൊട്ട് മറച്ചു വെക്കുക. ഈ അള്ളാഹുവിനെ തൊട്ട് മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ലല്ലോ. അള്ളാഹുവിനെ കാണിക്കാതിരിക്കുക എന്നുള്ളത് സാധ്യമല്ലല്ലോ. അപ്പോൾ ആ തിന്മ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്
അതിൻ്റെ ഉദ്ദേശ്യം. അപ്പോൾ അതാണ് സത്റുൻ അനിൽ മാസിയ. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഉണ്ടാവേണ്ടത് അല്ലേ. ഹയാ എന്ന് പറയാം. ഹയാ, ലജ്ജ ഒരു മനുഷ്യന് അത്യാവശ്യമാണ്. കാരണം ലജ്ജ എന്ന് പറഞ്ഞാൽ തിന്മകളെ തൊട്ട് തടയും. ആ ലജ്ജ രണ്ട് രൂപത്തിലുണ്ടാകാം. കാരണം മനുഷ്യന്മാർ, ഞാനിത് ചെയ്യണത് മനുഷ്യന്മാർ കാണൂലേ, അതുകൊണ്ട് ഞാനിത് ഒഴിവാക്കുന്നു. അതേസമയം ഹയാ മിനല്ല ഉണ്ടാവും. ഞാൻ അള്ളാഹു ഇത്രത്തോളം എനിക്ക് ഈ ഫضലും ഇതൊക്കെ നൽകി, സമ്പത്ത്, ഐശ്വര്യം, ആരോഗ്യം, ഇതൊക്കെ നൽകിയിട്ട് ഇതൊക്കെ എന്തിനാ നൽകിയത്? ഞാനിങ്ങനെ വേറെ എന്തെങ്കിലും തമ്മാടിത്തരത്തിൽ നടക്കാനാണോ? അപ്പോൾ അവന് സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കാൻ കാരണമാകും. ഓക്കെ, അങ്ങനെ തിന്മയിൽ നിന്ന് വേറിട്ട് നിൽക്കും. ഇതാണ് സത്റുൻ അനിൽ മാസിയ. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ സത്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ഹിക്മത്തും കൂടി കൊണ്ടുവരുന്നുണ്ട്. ലൗലാ ജമീലു സത്രിഹി ലം യകുൻ അമലുൻ അഹ്ലൻ ലിൽ ഖബൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്താറാണ് നമ്മൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ സത്ർ പല രൂപത്തിലാണ്. എല്ലാം വെളിവാക്കി അതിനനുസരിച്ച് മാത്രം വിധിക്കുകയാണെങ്കിൽ നമ്മളെ നിസ്കാരങ്ങളൊന്നും നിസ്കാരങ്ങളല്ല, നമ്മളെ നോമ്പല്ല, നമ്മളെ ഹജ്ജുകളോ അതൊക്കെ പ്രൗഢിക്കും പ്രശസ്തിക്കും വേണ്ടി ചെയ്യപ്പെടുന്ന കാര്യങ്ങളായി മാറിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾ സ്വീകരിക്കുന്നെങ്കിൽ ആ അള്ളാഹുവിൻ്റെ സത്ർ എന്ന സിഫത്ത് കൂടിയാണ് അവിടെ പ്രകടമാകുന്നത്. സത്ർ. അപ്പോൾ അള്ളാഹുവിൻ്റെ സത്ർ ഇല്ലായിരുന്നെങ്കിൽ ലം യകുൻ അമലുൻ, ഒരു പ്രവർത്തനവും ആകുമായിരുന്നില്ല, അഹ്ലൻ ലിൽ ഖബൂൽ, സ്വീകാര്യതയ്ക്ക് അർഹമായതാകുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ ആ സത്റിൻ്റെ ജമീൽ, സത്ർ എന്ന ആ നന്മ ഇല്ലായിരുന്നെങ്കിൽ ലം യകുൻ അമലുൻ അഹ്ലൻ ലിൽ ഖബൂൽ, ഒരു പ്രവർത്തനവും ഇവിടെ സ്വീകരിക്കപ്പെടും. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, അതിലുള്ള എത്ര ന്യൂനതകൾ, ആ ന്യൂനതകളൊക്കെ മറച്ചു വെച്ച് അള്ളാഹു സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ സ്വീകാര്യത എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഫضലല്ലേ, അല്ലാതെ നമ്മൾ ചെയ്തത് കാരണത്താലല്ലല്ലോ. അപ്പോൾ അങ്ങനെ എവിടെയും സത്ർ ചെയ്യുന്നില്ല, ആ കിട്ടിയത് മാത്രം സ്വീകരിക്കണം. നമ്മൾ നിസ്കരിച്ചു, ആ നിസ്കാരം മാത്രം എടുത്തുണ്ടാവുകയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് കൂലി കിട്ടാനോ സ്വീകരിക്കപ്പെടാനോ ഒന്നും ഉണ്ടാവില്ല. കാരണം അല്ലേ, നമ്മൾ ആ രൂപത്തിലൊക്കെ മനസ്സൊക്കെ കൊണ്ടുപോയ നിസ്കാരങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഓരോ ഇബാദത്ത് സ്വീകരിക്കുന്നതിലും അള്ളാഹുവിൻ്റെ സത്ർ എന്നുള്ള നിയമത്തിലുണ്ട് എന്ന് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ രീതി തന്നെ അങ്ങനെയാണ് അല്ലേ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൃത്യമായിട്ടുള്ള കൽപ്പനകളായിരിക്കും. തഖ്വ കൊണ്ടുള്ള ഇബാദത്തുകൾ കൊണ്ടുള്ള കൽപ്പനയൊക്കെ. അതിന് ശേഷം വരുന്ന തൈസീർ എന്നുള്ള രൂപങ്ങളും വരും. അപ്പോൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ, ആ ചെയ്യേണ്ട കാര്യങ്ങളിൽ ളുഅഫ് കാരണത്താൽ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണങ്ങളാൽ അതെന്തായി വരുമ്പോൾ, അതിൽ വീഴ്ചകൾ വരുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. കാരണം അള്ളാഹുവിൻ്റെ ഫضൽ അങ്ങനെയാണ് പ്രകടമാകുന്നത്. ഇത്തഖുല്ലാഹ ഹഖ്ഖ തുഖാത്തി വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും വതുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ആയത്തുകളും അല്ലേ. നിങ്ങൾ പൂർണ്ണമായിട്ടും അള്ളാഹുവിനെ ഭയപ്പെടണം. അങ്ങോട്ട് തെറ്റിയാൽ അള്ളാഹു അതിൻ്റെ മേൽ വിചാരണ ചെയ്യും. അതേസമയം മറ്റൊരു ചില ആയത്തുകളിലുണ്ടാവും യുരിദുല്ലാഹു ബികുമുൽ യുസ്റ യുരിദുല്ലാഹു അൻ യഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ളൈഫ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല സാധനം. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണ്. അപ്പോൾ സത്ർ അള്ളാഹുവിൻ്റെ വിശേഷണമാണ് സത്ർ. ആ സത്ർ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക. ആ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് തന്നെ വിവിധമായ രൂപത്തിലാണ്. ജനങ്ങളിൽ നിന്നുള്ള ഖശ്യത്താണ് അവാമുന്നാസ്. പക്ഷെ അതിൽ നിന്നുകൂടി മുന്നോട്ട് പോയി ഖവാസായ അള്ളാഹു കാണുമെന്നുള്ളതിനാൽ മറച്ചു വെക്കപ്പെടുന്ന അല്ലെങ്കിൽ മറച്ചു വെക്കുന്ന രീതി ഉണ്ടാവണം. എന്താണ് യഥാർത്ഥ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ അവൻ്റെ കമാലിയത്ത് അതിലാണ് ലഭിക്കുന്നത്. ഓക്കെ, വഫഖന അല്ലാഹ്. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.